Hey, hello everyone, this is 90 Plus, India's first animated live tuition, and welcome back to another fabulous class of our English class here. Yes, so as you can see here, for this after class session, we are going to deal with the Ball Poem. Of course, you are familiar with this wonderful, miraculously masterpiece, the Ball Poem written by John Berryman, right? So, John Berryman is an American poet in very beautiful the Ball Poem. We will discuss not just to discuss, but to detailedly look into what are the important questions that are going to be coming for your examination. So, yes, Maria and Abhinand and Alan, a very big hi to everyone. So, my dear students, I have already commented here. So, as you can see, we will Ball Poem very important questions and the Ball Poem is written by John Berryman, the American poet, and in this poem we have a poet and the boy. Okay, the boy and the poet, of course. So here the ball is lost into the river from the boy's hand by merrily bouncing right down the street. So this ball nashtamayadinu shesham enganeyanu the boy copes up, like how does he cope up with, yes, how does he cope up with the loss of his ball. That's what we will discuss. And the poet simply just stands out there saying all the cries and all the whimperings the boy has done for the ball. But even if the poet could buy another ball with the 10 cents or the dime as in your textbook, he does not even try to do that. മറ്റൊരു ബോൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു തോട്ട് പോലും നമ്മുടെ പോയിന്റിന്റെ മൈൻഡിലോട്ട് വരുന്നില്ല. അതൊക്കെ എന്താണെന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പോമിനെ ഹൈലൈറ്റ് ചെയ്തിരുത്തുന്നത് അല്ലേ. സോ നിങ്ങൾ എല്ലാവരും ഈ ഒരു പോം വായിച്ച ശേഷം ഓഫ് കോഴ്സ് കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ ഒരു ഐഡിയയിലോട്ട് എത്തിയിട്ടുണ്ടാവും ദാറ്റ് ദ ബോൾ it represents something else and the boy has lost it. So how will the boy will be able to recover or to survive the loss he has came through. So ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പോമിലായിട്ട് മെയിൻ ആയിട്ട് കാണുന്നത്. സോ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി കിടക്കാം. ഓക്കെ, സോ യെസ്, നിങ്ങൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനോട് പോകുന്നതിന് മുൻപ് ഫസ്റ്റ് ഓഫ് എവറിത്തിങ് ഐ ഹാവ് ഗിവൻ I'm gonna give you a passage like question or an extract based question. Okay, നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് വൺ ഓഫ് സച്ച് ക്വസ്റ്റൻ ആണ്. ഒരു പാസേജ് ടൈപ്പ് ക്വസ്റ്റൻ ഓഫ് കോഴ്സ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ഷോർട്ട് ആൻസറോ അല്ലെങ്കിൽ ലോങ് ആൻസറോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു പോമിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ആൻസറിന്റെ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യേണ്ടത് 3 to 4 മാർക്സിന്റെ. സോ അതുകൊണ്ട് തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള one among the many നമുക്ക് കുറച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് we are going to deal with one of the extract based question. Okay, നോ അഭിനന്ദിന്റെ സമ്മറി അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ, നേരത്തെ എപ്പം ഡിസ്കസ് ചെയ്തത് സമ്മറി ആയിരുന്നു. ഓക്കെ, സോ അനലൈസിങ് ദിസ് എക്സ്ട്രാക്ട് ആസ് ഐ ക്യാൻ ഗിയർ അല്ലെ, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നത് പോലെ ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാക്ട് തരാൻ പോവാണ്. സോ ഈ എക്സ്ട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത് ജസ്റ്റ് കമന്റ് ഇറ്റ്. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. As you can see, I have given here a 5 line from this poem. And endana, what is the boy now who has lost his ball? What is he to do? I saw it go merrily bouncing down the street, and then merrily over there it is in the water. No use to say, oh, there are other balls. Okay, so ഈ ഒരു എക്സ്ട്രാക്റ്റ് ആണ് മെയിൻ ആയിട്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്, അതുകൊണ്ട് ആരും തന്നെ സ്കിപ്പ് ചെയ്തത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബി കോൺഫിഡൻറ്റ്, യു ക്യാൻ ആൻസർ എനി എക്സ്ട്രാക്ട് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ പോം അല്ലേ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ആദ്യം നോക്കുന്നത്. ഈ ഒരു എക്സ്ട്രാക്ട് ബേസിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം അല്ലേ. സോ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് ബി അലേർട്ട് ഇൻ ദി കമന്റ് ബോക്സ്. ഓക്കെ, സോ യെസ്, ഇതൊക്കെയാണ് ഈ ഒരു എക്സ്ട്രാക്റ്റിന്റെ ക്വസ്റ്റ്യൻ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് വാട്ട് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്. എന്താണ് ഈ ഒരു ബോയ്ക്ക് സംഭവിച്ചത്? എല്ലാവർക്കും അറിയാലോ എന്താണ് ഈ ഒരു ബോയ്ക്ക് സംഭവിച്ചതെന്ന്. ആസ് ഐ സെഡ് earlier, the boy has lost his ball. The boy has lost his favorite ball and he has nothing to do. അല്ലേ, he has nothing to do but simply just stare at the ball. അല്ലേ, yes, Maria has commented the poem is talking about a boy who has lost his ball. Yes, Maria, that's what we have just discussed. So, why does the second question, why does the poet say no use to say, oh, there are other balls? എന്തുകൊണ്ടാണ് നമ്മുടെ പോയിന്റ് പറയുന്നത് no use to say, oh, there are other balls? അല്ലേ, അവിടെ മറ്റു ബോൾസ് കുറെ ഉണ്ട് എന്ന് പറയുന്നതിന് എന്ത് യൂസ് ആണ്, അല്ലെങ്കിൽ how does it become useless or like no use to say എന്തുകൊണ്ടാണ് നമ്മുടെ
നമ്മളുടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക? ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക് വളരെ ചെയർഫുൾ ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് വാട്ട് ഡസ് ദ വേർഡ് അല്ലെങ്കിൽ വിച്ച് വേർഡ് ഈസ് ഹിയർ മീൻ ഹാപ്പിലി അല്ലെ? എന്താണ് ഹാപ്പിലി എന്ന് പറയുന്നത്? എന്താണ്? ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇത് വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. സോ എനിബഡി കൻ ആൻസർ ഐ തിങ്ക്. സോ ഹാപ്പിലി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻസിയിലെ വിച്ച് വേർഡ് ആണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ ബോൾ ഗോ? വേർ ഡിഡ് ദ ബോൾ ഗോ? ബോൾ എങ്ങോട്ടാണ് പോയി വീണത്? ബോൾ എങ്ങോട്ടാണ് പോയി വീണത്? വേർ ഡിഡ് ദ ബോൾ ഗോ അല്ലെ? സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എവിടേക്കാണ്, ആ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, സോ ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ, നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മൂവിങ് ഓൺ. യെസ് ടു ദി ആൻസേഴ്സ് അല്ലെ? നമുക്കിവിടെ കാണാം. യെസ് സർ, കുഡ് യു? യെസ്, the boy was very sad. First question answer എന്തായിരുന്നു? What had happened to the boy? അല്ലെ, നമ്മുടെ ബോയ്ക്ക് എന്താണ് സംഭവിച്ചത്? That was the question. So എന്താണ് സംഭവിച്ചത്? The boy was very sad as he had lost his ball. അല്ലെ, നമ്മുടെ ബോയ്ക്ക് ബോൾ നഷ്ടമായിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ he is very sad. The boy has lost his ball, so that's why he is very sad. And the second question was, why does the poet say no used to say there are other balls? എന്തുകൊണ്ടായിരിക്കാം? The poet says so as the loss of the dearest ball can't be replaced with another ball. അല്ലെ, നമ്മുടെ ബോയ്ക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഡിയറസ്റ്റ് ബോൾ നഷ്ടമാകുന്നതുകൊണ്ട് ആ ഒരു ബോളിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റേത് ബോളിനും പറ്റില്ല അല്ലെ? സോ ദാറ്റ് ഡിയറസ്റ്റ് thing or object or any person can't be replaced with anything else. So ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ പോയിട്ട് ഇവിടെ പറയുന്നത് no used to say oh there are other balls. Okay, so the answer here is the poet says so as the loss of the dearest ball can't be replaced with another ball. Okay, so the third question നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? യെസ്, എന്താണ് ആൻസർ? എന്തായിരുന്നു? merrily, right? ഇവിടെ നമുക്ക് കിടക്കുന്ന മെറിലി എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ആണ്. ദാറ്റ് മീൻസ് ഹാപ്പിലി അല്ലെങ്കിൽ ചിയർഫുള്ളി. ഓക്കെ, സോ ഹാപ്പിലി അല്ലെങ്കിൽ ചിയർഫുള്ളി എന്ന് പറയുന്നത് ഈ ഒരു മെറിലി എന്ന് പറയുന്ന ഒരു വേർഡ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് where did the ball go? ബോൾ എങ്ങോട്ടാണ് പോയത്? of course we know the answer, right? The ball went into the water. വെള്ളത്തിലോട്ടാണ് അല്ലേ? വെള്ളത്തിലോട്ട് ഗ്രാജുവലി ടു ദ ഹാർബറിലെ ആ വെള്ളത്തിലോട്ടാണ് down the street, merrily bouncing down the street, it fell into the water. അല്ലെ, വെള്ളത്തിലോട്ടായിരുന്നു വീണ്ടുന്നത്. ഓക്കെ, സോ യെസ് മരിയ is been commenting many things over here. Yes, okay, so that's all from for this extract based questions. So we are moving on to the short answer based questions. Okay, so yes, so first short answer based question എന്താണെന്ന് വെച്ചാൽ, what does John Berryman, okay, who is the author? John Berryman, right? Who is the author? John Berryman want to convey through the poem. Okay, what does the author want to convey through the poem എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, എന്ത് മെസ്സേജ് ആണ് നമ്മളുടെ പോയിറ്റിന് wants to convey through the poem? Okay, എന്ത് മെസ്സേജ് ആയിരിക്കും അല്ലെങ്കിൽ what does the poet want അല്ലെ, എന്തായിരിക്കാം? നമുക്ക് നോക്കാം. Yes, poet, we also know poet John Berryman wants to convey what? The importance of loss and responsibility in life. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന losses and how to be responsible in order to overcome the losses. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പോമിൽ yes the poet wants to convey to the reader. Okay, so the main point is the importance of loss and responsibility. And as human life is unpredictable, അല്ലെ, നമ്മുടെ ഹ്യൂമൻ ലൈഫ് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ലൈക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഗെയിംസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു സമയത്ത് ഇൻ കോൺട്രാസ്റ്റ് നെക്സ്റ്റ് മൊമെന്റിൽ അതെല്ലാം തന്നെ നമുക്ക് നഷ്ടമായേക്കാം. സോ ഈവൻ ഇഫ് നമ്മുടെ ബോയ്ക്ക് ആ ഒരു ബോൾ നഷ്ടമാകുന്നത് പോലെ ഇവിടെ ലൈക്ക് നമുക്ക് ഏത് ഹ്യൂമൻസിനാണെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ലൈക്ക് വൈസ് വി മസ്റ്റ് ബി ഏബിൾ ടു cope up with the losses ahead with the sense of responsibility. ഇതാണ് നമ്മളുടെ പോയിന്റ് ആയിട്ടുള്ള ജോൺ ബെറിമൻ wants to convey to the readers. Okay, so what does John Berryman want to convey through this poem എന്ന് ചോദിച്ചാൽ he wants to convey the importance of loss and responsibility, and as human life is unpredictable, we must be able to cope up with the losses and with the sense of responsibility. Okay, so clear ആണോ? ക്ലിയർ ആണല്ലോ അല്ലേ? സോ യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ഹൗ ഡസ് ദ ബോയ് ഫീൽ അറ്റ് ദ ലോസ് ഓഫ് ഹിസ് ബോൾ? യെസ്, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഹൗ ഡസ് ദ ബോയ് ഫീൽ അറ്റ് ദ ലോസ് ഓഫ് ഹിസ് ബോൾ? ഓക്കെ, എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ വാട്ട് വാസ് ദ റിയാക്ഷൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ വേറൊരു രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഡിഡ് ദ ബോയ് റിയാക്ട് വെൻ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ബോൾ? ഇങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റൻ വരാം. സോ എങ്ങനെയാണ് ഹൗ ഡസ് ദ ബോയ് ഫീൽ, ഹൗ ഡിഡ് ദ ബോയ് ഫീൽ അറ്റ് ദി ലോസ് ഓഫ് ഹിസ് ബോൾ? എങ്ങനെയായിരുന്നു നിങ്ങൾ ഒരു സെക്കൻഡ് സ്റ്റാൻസിലോ
അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസയിലോ ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസയിലോ നിങ്ങൾ കാണാൻ പറ്റും the boy is like ഒരു ഇൻസിഡന്റ് കാണാം, he is like shivering, trembling and many things. So അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറും. So here comes the answer. The boy is really upset. The boy is really upset about losing his ball and he feels heartbroken. അല്ലെ grief striker ആണെന്നൊക്കെ പറയാം. So he feels heartbroken by the loss of his cherished ball and he continues to fix his hopeless gaze. Gaze means എന്താണ്? Look. He keeps staring at the ball that is on the water. So right, വെള്ളത്തിലോട്ട് പോയ ആ ഒരു ബോളിനെ തന്നെ he keeps looking at. So that gives he continues to fix his hopeless gaze on the ball like a statue. അല്ലെ സ്റ്റാച്ചു എന്ന് പറയുന്നത് കാരണം എന്തുകൊണ്ടാണ്? He stands very stiff, I mean like വളരെ റിജിഡ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സോ ലൈക്ക്വൈസ് ഇവിടെ അനങ്ങാതെ മോഷൻലെസ് ആയിട്ട് നമ്മളുടെ boy is standing on the street, like on the side of the street looking at or like staring at the ball in the water. And he stood rigid and trembling looking at the ball. Okay, so that's the answer. This is how the boy reacted when he knew that he had lost his ball. Okay, നമ്മുടെ ബോയ്ക്ക് ബോൾ നഷ്ടമായി എന്ന് അറിഞ്ഞ സമയത്ത് this was his reaction. Okay, so ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വേണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാം വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, സോ യെസ്, next question എന്താണ്? Yes, here comes the most important question. Here comes the most important question, everyone. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. He senses first responsibility. അല്ലെ, ഈ ഒരു ലൈൻ നമ്മളുടെ പോമിലുള്ളതാണ്. He senses his first responsibility. What responsibility is here? Okay, what responsibility is referred to here? എന്ത് റെസ്പോൺസിബിലിറ്റി ആണ്? ഒരു യങ് ചൈൽഡിന് പെട്ടെന്ന് റെസ്പോൺസിബിലിറ്റി നേടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ലെ, ലൈക്ക് നോർമൽ ഹ്യൂമൻ ലൈക്ക് ഹസ് വുഡ് തിങ്ക് സോ. പക്ഷേ എന്ത് റെസ്പോൺസിബിലിറ്റി, ലൈക്ക് ഹി കംസ് അപ്പ് ഓർ ഹി ലേൺസ് ഹിസ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓൾസോ നമ്മുടെ പോയിറ്റ് സംസാരിക്കുന്ന പോലെ നമുക്ക് കാണാം. ലൈക്ക്വൈസ് എന്ത് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ബോയ് ഇവിടെ പഠിക്കുന്നത് അല്ലെ? സോ ഇതിന്റെ ആൻസർ എന്താണ്? റെസ്പോൺസിബിലിറ്റി മെൻഷൻഡ് ഹിയർ ഇറ്റ് റെഫേഴ്സ് ടു നോവൻ അല്ലെ, നമ്മൾ അറിയാണ് the boy is learning, he is knowing what it is like to grieve at the loss. Okay, what it is like to grieve, to feel saddened അല്ലെ, അത്രയും sorrowful ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. How does it feel to be saddened at the loss of a much loved object? ഇവിടെ നമ്മുടെ ബോയ്ക്ക് ഒരു ബോൾ ആണെന്നുണ്ടെങ്കിൽ നോർമലി എനി ഹ്യൂമൻസ് മറ്റൊരാൾക്ക് അതൊരു ഫേവറേറ്റ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആവാം അല്ലേ. സോ ലൈക്ക്വൈസ് they are grieving at the loss of a much loved object, and here the boy, he senses how to stand up, like he learns how to stand up from the loss. So he senses how to stand up or to bear the loss through self understanding and trying to console oneself. So he is learning how to stand up from the loss, he is learning how to cope up with the loss. Okay, so idokkiyana his senses of responsibility, or like how does he sense his responsibility, how does he feel to be responsible, to be enough to be able to recover or to survive his loss. Okay, so our വളരെ മീഗർ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ ഒരു ബോയ്ക്ക് ഒരു ബോൾ നഷ്ടമാവുക എന്ന് പറയുന്നത്. പക്ഷേ അതാണെങ്കിലും ഫോർ ദാറ്റ് യങ് ചൈൽഡ് അതൊരു വലിയൊരു കാര്യമാണ്, നോട്ട് ജസ്റ്റ് എ മീഗർ ബട്ട് എ മേജർ ഇൻസിഡൻറ്റ്. പക്ഷേ നമുക്കതൊരു വളരെ ലൈക്ക് ഇത്രയും സില്ലി ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് എന്ന് വിചാരിക്കാം. ബട്ട് ഫോർ ദാറ്റ് ചൈൽഡ് ആ ഒരു ബോൾ, ലൈക്ക് ആസ് യു ഹാവ് ഓൾറെഡി കമൻറ്റഡ്, ദാറ്റ് ബോൾ ഇറ്റ് represents the childhood memories of the boy had with the harbor and everything. So that holds prime importance for the boy. So likewise ആ ഒരു ബോൾ നഷ്ടമാവുന്ന സമയത്ത് he has to overcome with a great sense of responsibility. So അതാണ് his first he senses his first responsibility എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ബി ആക്റ്റീവ് ഇൻ ദ കമന്റ് ബോക്സ്. യെസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what does, okay, yes, does the poet is trying to understand the readers that everything that we see or love does not be with us. ഒന്നും പെർമനന്റ് അല്ല എന്നുള്ളൊരു മീനിങ് കൂടെ തരുന്നുണ്ട്. യെസ് അഭിനന്ദി. ഓക്കെ, സോ അതായത് എല്ലാം പെർമനന്റ് അല്ല, നത്തിങ് ഈസ് പെർമനന്റ് ഇൻ ഹ്യൂമൻ ലൈക്ക് ഓർ ലൈക്ക് ഹ്യൂമൻ ലൈഫ് ഈസ് നോട്ട് യെറ്റ് പെർമനന്റ്, റൈറ്റ്? ഒന്നും പെർമനന്റ് അല്ല, എല്ലാം ടെമ്പററി ആണ്. നമ്മുടെ കൂടെയുള്ള എല്ലാം തന്നെ ടെമ്പററി ആണ്. ആസ് ഐ സെഡ് ഏർലിയർ, ഹ്യൂമൻ ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ, റൈറ്റ്? സോ ഒന്നും തന്നെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അഭിനന്ദ്. ഓക്കെ, സോ എന്താണ് why does the poet say that money is external, right? Yes, money is external. Money is external. എന്താണ് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ മണി ഈസ് എക്സ്റ്റേണൽ.
Of course, everyone needs money, right, to survive. Like in this contemporary world, everyone needs lots of money because അത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ ലൈക്ക്വൈസ് ഇവിടെ മണി എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ്, അക്കോർഡിംഗ് ടു ദ പോയറ്റ്, ഹി സീസ് മണി ഈസ് എക്സ്റ്റേണൽ. എന്തുകൊണ്ടായിരിക്കാം മണി എക്സ്റ്റേണൽ ആണെന്ന് പറയുന്നത്? അല്ലെ, മണി ഈസ് ലൈക്ക് ഒരു ടു എ ലിമിറ്റ് മണി ഈസ് നീഡ്, ലൈക്ക് ഔട്ട് ഓഫ് ദാറ്റ് വി ഡോണ്ട് നീഡ് മച്ച് മണി എന്ന് പറയുന്നത്. ആ ഒരു സെൻസിൽ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പോയിട്ട് പറയുന്നുണ്ടാവുക? ഇവിടെ എന്തിനായിരിക്കാം ആ ഒരു മീനിങ് കൊടുത്തിട്ടുണ്ടാവുക? എന്തായിരിക്കും അല്ലേ? യെസ്, ആർക്കെങ്കിലും ആൻസർ അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ എന്താണ്? യെസ്, ഇവിടെ നമ്മുടെ മരിയും അഭിനന്ദ് എല്ലാവരും തന്നെ ആൻസർ ചെയ്യുന്നുണ്ട്. യെസ്, വെരി ഗുഡ്, ദാറ്റ്സ് ദി സ്പിരിറ്റ് വി നീഡ്. എന്താണ്? മണി കാൺസ് ബൈ ഹാപ്പിനെസ് അല്ലേ അഭിനന്ദേ? മണി കാൺ ബൈ ഹാപ്പിനെസ്. അതായത് നമുക്ക് ഒന്നും തന്നെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ഒന്നും തന്നെ എന്നല്ല, പൈസ കൊടുത്ത് കുറേ കാര്യങ്ങൾ വാങ്ങാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്ക് ഡിയറസ്റ്റ് ആയിട്ടുള്ള ഇമോഷണൽ ലോസ് ഒന്നും തന്നെ എന്തുകൊണ്ട് റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല? മണി കൊണ്ട് റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ കംസ് ദി ആൻസർ. മണി അക്കോർഡിംഗ് ടു ദ പോയറ്റ് കനോട്ട് ബൈ എവറിത്തിങ്. എല്ലാം തന്നെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അല്ലേ? സോ ലൈക്ക്വൈസ് ഇറ്റ് കെൻ ഓൺലി പ്രൊവൈഡ് us എക്സ്റ്റേണൽ സാറ്റിസ്ഫാക്ഷൻ. ഒന്ന് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. എന്ത്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. ഒരു ടു എ മിനിമം ലെവൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ മാത്രം കിട്ടും. ഓക്കെ, ആസ് ഐ സെഡ്, എക്സ്റ്റേണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് മണി തരുന്നത് by purchasing things and stuff, but it cannot make a boy here, it cannot make the boy recover from his grief caused by the death or death of a loved one or a valuable item alle. So ഒരു അത്രയും ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലെങ്കിൽ കണ്ടംപററി വേൾഡ് മീൻസ് ഇപ്പോഴത്തെ നമ്മൾ ജീവിക്കുന്ന സമകാലീന ലോകം. ഓക്കെ, സോ ഒരു ഡെത്ത് ഓഫ് എ ഫേവറേറ്റ് പേഴ്സൺ ഓർ ലൈക്ക് ദ ലവ്ഡ് വൺ ഓർ എ വാല്യുബിൾ ഐറ്റം, ഹിയർ ദ ബോൾ ഇറ്റ് സെൽഫ്, റൈറ്റ്? സോ അതിൻ്റെ ഒരു ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ബോയ്ക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്തതിനും ഉപരിയാണ്. മോർ ദൻ ദാറ്റ്, ബിയോണ്ട് ദാറ്റ്. സോ വേറെ ഏതൊരു തിങ് ലൈക്ക് ഇവിടെ നമ്മൾ പോയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരു 10 സെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഡൈം കൊടുത്ത്, അല്ല ഡൈം മീൻസ് 10 സെൻറ്റ്സ് ആസ് ഇൻ ദ പോം. സോ ആ ഒരു ഡൈം കൊടുത്ത് ദ പോയിറ്റ് കുഡ് ഹാവ് ബൂട്ട് അനദർ ബോൾ ഫോർ ദ ബോയ്. പക്ഷേ ഹി ഡിഡ് നോട്ട് ഡു സോ ബിക്കോസ് മണി ഈസ് എക്സ്റ്റേണൽ. പൈസ അല്ലെങ്കിൽ ലൈക്ക് കാശ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. ഇറ്റ് കാൺറ്റ് റീപ്ലേസ് ദി ഇമോഷണൽ ലോസ്. ഓക്കെ, so that's the answer to this question. Why does the poet say that money is external? This is also important. എല്ലാവരും മാർക്ക് ചെയ്യുക. ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് മോസ്റ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ? യെസ്, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why did the poets not console? Why did the poet? Yeah, money is never valuable than life. Yes, Abhinand, you're correct. മണി ഈസ് നോട്ട് വാല്യുബിൾ ദാൻ ലൈഫ്. അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യണം, അതിൻ്റെ ഒരു ലൈക്ക് ലിവ് ദ മൊമെന്റ് എന്ന് പറയുന്നത് പോലെ വി കാൺറ്റ് റൺ ആഫ്റ്റർ മണി, റൈറ്റ്? സോ യെസ്, വൈ ഡിഡ് ദ പോയറ്റ് നോട്ട് കൺസോൾ ദ ബോയ്? എന്തുകൊണ്ടാണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതൊരു ലോങ് ആൻസർ ടൈപ്പ് ആയിട്ടാണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒന്ന് നോക്കിയിട്ട് പോകണം. വൈ ഡിഡ് ദ പോയറ്റ് നോട്ട് കൺസോൾ ദ ബോയ്? എന്തുകൊണ്ടാണ് ആ കുട്ടിയെ അദ്ദേഹം ലൈക്ക് ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ശ്രമിച്ചില്ല അല്ലേ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. യെസ്, എന്താണ്, എങ്ങനെ ആൻസർ ചെയ്യാം നമുക്ക്? യെസ് അല്ലെ, എങ്ങനെ ആൻസർ ചെയ്യണം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ യെസ്, ദ പോയറ്റ്സ് did not console the boy for 2 reasons. 2 റീസൺസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? The first was the boy was so startled. Startled means shocked, സർപ്രൈസ് എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, സോ ഈസ് വെരി ലൈക്ക് ആ ഒരു പെട്ടെന്ന് ആ ഒരു ഗ്രീഫ് സ്ട്രൈക്കനായി നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ ഹി ഈസ് വെരി ഷോക്ഡ്, റൈറ്റ്? സോ ഹി ഈസ് ഡിസ്ട്രെസ്ഡ്. ഓക്കെ, ഹി ഫീൽസ് വെരി സാഡ് ടു ലിസൺ ടു എനി സെൻസ്. ആരെന്ത് പറഞ്ഞു കൊടുത്താലും തലയിൽ കയറാത്തൊരു സമയത്താണ് നമ്മുടെ ആ ഒരു ബോയ് നിൽക്കുന്നത്. ആൻഡ് സെക്കൻഡ്, ദ പോയിറ്റ് സോ ദാറ്റ് ദ ബോയ് വാസ് അറ്റംപ്റ്റിംഗ് ടു സ്റ്റാൻഡ് അപ്പ്, റൈറ്റ്? ഹി ഈസ് ലേണിംഗ് ടു ബെയർ ദ ലോസ്. സോ അങ്ങനെ പറയുന്ന സമയത്ത് he is trying, right? He is trying on his own. അവൻ തന്നെ ഒന്ന് അതിൽ നിന്ന് കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്ത് nobody should be there, അല്ലേ? അവൻ തന്നെ ലേണിംഗ് ചെയ്യുകയാണ്, ലൈക്ക് അവൻ തന്നെ സ്റ്റാൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ യെസ്, he was attempting to stand up or to tolerate. Tolerate means to സഹിക്കുക, അല്ലേ? സഹിക്കുകയാണ്. He is trying to tolerate the loss on his own through self-awareness. സെൽഫ് അവെയർനെസ് എന്താണ്? സെൽഫായിട്ട് കോൺഫിഡൻസ് കൊടുത്ത് നമ്മൾ തന്നെ ഒന്ന് നമ്മളെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുക, അല്ലേ? സോ ആ ഒരു മൂവ്മെൻറ്റിലേക്ക് ആ ഒരു മെത്തേഡിലൂടെ ഹീ ഈസ് ട്രൈങ് ടു സ്റ്റാൻഡ് അപ്പ്, ലൈക്ക് ഹീ ഈസ് ട്രൈങ് ടു കോമ്പൻസേറ്റ് യെസ് ഹിസ് ഇമോഷണൽ ലോസ്. സോ
which is more far introspective. Introspecting ആണ്, like look into the inner self എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, look into or like an analysis of the inner self. നമ്മൾ തന്നെ നമ്മളെ ഒന്ന് വിലയിരുത്തി, നമ്മൾ തന്നെ നമ്മളെ പറ്റി ഒന്ന് ഇരുത്തി ചിന്തിക്കുക എന്നുള്ളതൊക്കെ പറയില്ലേ. സോ അതേപോലെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് ഒന്നും കൂടെ ലൈക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലൊന്ന് ഇതിനെ റിയാക്ട് ചെയ്തുകൂടെ, കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിക്കൂടെ എന്ന് അവൻ തന്നെ, ദ ബോയ് തന്നെ, ഹി തിങ്സ് ഹിംസെൽഫ് ഇൻ എ ഇൻട്രോസ്പെക്റ്റീവ് മാനർ ആൻഡ് ലാസ്റ്റിംഗ്. ഓക്കെ, കുറച്ചും കൂടെ ലാസ്റ്റിംഗ് ആയ രീതിയിൽ അവൻ ചിന്തിക്കുകയാണ്. Yes, we must face it and overcome the grief. Yes, Maria. Okay. So, എന്താണ് ഇവിടെ? The boy's or anyone else consolation would be ineffective. ഈ ഒരു സമയത്ത് മറ്റൊരാളുടെ കൺസോലേഷനും would be ineffective, means useless. ഇഫക്റ്റ് ഉണ്ടാവാതെ പോവുകയായിരിക്കും ആ ഒരു സമയത്ത് ചെയ്യുക. സോ likewise ഇവിടെ എന്താണ്? Why did the poet not console the boy എന്നാണ് ചോദിക്കുന്നത്. സോ എന്തുകൊണ്ട് ചെയ്തില്ല? Because of two reasons. ഒന്നാമത് he was very startled or he was very shocked. ആ ഒരു സമയത്ത് ഏതൊരു കാര്യം പറയാൻ പോയാലും അവൻ കേൾക്കുന്നുണ്ടാവുകയില്ല. And now the second point is the boy is trying to learn or like he is trying to stand up for his own. അല്ലെങ്കിൽ അവന് വേണ്ടി തന്നെ അവൻ പഠിക്കുകയാണ്, അല്ലെ, ആ ഒരു ലോസ് ബെയർ ചെയ്യാൻ വേണ്ടി അവൻ തന്നെ ശ്രമിക്കുകയാണ്. സോ ആ ഒരു സമയത്ത് ആരുടെ കൺസലേഷനും ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത്. ഓക്കെ, സോ ഈ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ 3rd ചാപ്റ്ററിലെ ദ ബോൾ പോവാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഒരു over 6 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് ആൻ എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പാർട്ട് ഫ്രം യുവർ ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാവരും വളരെ പ്രോപ്പറായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പഠിച്ചിട്ട് പോയാൽ ഐ കൻ അഷ്യൂർ യു നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. Epistemology means knowledge or meaning. Okay, drishti, epistemology means knowledge അല്ലെങ്കിൽ meaning. Okay, the meaning of laws. Okay, so that's all children. Stay tuned with 90+ for more videos. Okay, so തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് wind up ചെയ്യാണ്. Thank you for your patience and having me. See you with the next chapter. Bye bye, take care, good night.